ഇന്ന് ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കാൻ പോവാണേ. ഇന്നലെ ഞാനിത് വെട്ടുന്നതും അതിൻ്റെ അളവും എല്ലാം കാണിച്ചായിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ പാൻറ്റ് തയ്ക്കാൻ പോവാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്ക്കാൻ നമ്മൾ പാൻറ്റിൻ്റെ രണ്ട് പാർട്ടായിട്ട് വെട്ടുമ്പോൾ അത് രണ്ടും കൂടെ ആ ബാക്ക് പീസ് രണ്ടും കൂടെ നമ്മൾ ആദ്യമേ കൂട്ടി യോജിപ്പിക്കുവാണേ. അതിനുശേഷം നമ്മൾ ബാക്ക് പീസ് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ അതിനൊരു 3 ഇഞ്ച് നമ്മൾ ഒന്ന് ചെറുതായിട്ട് മടക്കി, ഒത്തിരി വലുതായിട്ടൊന്നും വേണ്ട കേട്ടോ, ഒന്ന് മടക്കി നമ്മളൊന്ന് അടിക്കണം. കാരണം നമുക്ക് ഇതിനകത്ത് നമ്മൾ വള്ളിയാണ് കയറ്റുന്നത്, അല്ല ഇലാസ്റ്റിക് അല്ല. അപ്പോൾ നമുക്കതിന് തുറപ്പിടാനായിട്ട് നമ്മൾ ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊന്ന് മടക്കണം, ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. അത് 2 പീസിലും നമ്മൾ അടിക്കണം. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 2 പീസും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യുന്നില്ല, നമ്മളിന്ന് ഇത്രയും പാർട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മുകൾ വശം അടിക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 കാലിൻ്റെ വണ്ണം എടുത്തിട്ട് നമ്മളത് അടിക്കണം. താഴത്തെ കാൽ മടക്കി വശം അടിക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇത്രയും പാർട്ട് 2-3 പാർട്ടായിട്ട് നമുക്കിത് തയ്ച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിലും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി 2-3 പാർട്ടായിട്ട് കുറേശ്ശെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു തുണിയെടുത്ത് അതെങ്ങനെയാണ് വെട്ടുന്ന പാൻറ്റിനെന്നും അതെങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ തയ്ക്കുന്നതിൻ്റെ ആരംഭവുമാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഓർത്തോണം, ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇതിൻ്റെ അളവെടുക്കുന്നതും വെട്ടുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് 2 പോകാവുള്ളേ. നാളെ തന്നെ നമ്മളിതിൻ്റെ പാർട്ട് 3 ഇടുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് തയ്ക്കുന്നത് അതിനകത്ത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടണം. കാരണം അപ്പം നമുക്ക് അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ.